എല്ലാ വിദ്യാർത്ഥിനികൾക്കും പുതിയവീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിലും വാട്സപ്പ് വാട്സപ്പിൽ എനിക്ക് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് വരുന്നൊരു ചോദ്യം തന്നെയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റീവാല്യൂഷൻ റിസൾട്ട് എന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥിനികൾക്ക് ആ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാൻ സാധിക്കും. എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി ആണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചത് ഡിസംബർ മാസം 30 വരെയായിരുന്നു. ഫെബ്രുവരി മാസം 5 വരെ വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മാർച്ച് മാസം 22 ഇതുവരെ റീവാലുവേഷനുമായി ബന്ധപ്പെട്ട് റിസൾട്ട് പുറത്തു വന്നിട്ടില്ല. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ റിസൾട്ട് പ്രസിദ്ധീകരിച്ചത് ഡിസംബർ മാസം 19 എന്നാൽ ഒരാഴ്ചക്കകം റീവാലുവേഷൻ ആപ്ലിക്കേഷൻ വിളിച്ചു, ഒരാഴ്ചക്കകം ക്ലോസ് ചെയ്തു. ടു വീക്സിനകം 2 ആഴ്ചക്കകം തന്നെ ഒരു ഡിസംബർ പകുതിയോടെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റീവാലുവേഷൻ റിസൾട്ട് പുറത്തുവിട്ടു. എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഒരു അപ്ഡേറ്റ് ഉണ്ടായിട്ടില്ല. എന്തായാലും വിദ്യാർത്ഥികൾ വെയിറ്റ് ചെയ്യുക. എന്തായാലും ഈ മാസത്തോടെ അവസാനത്തോടു കൂടി ഉണ്ടാകും. അഥവാ ഈ മാസം അവസാനത്തോടു കൂടി റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ആ റിസൾട്ട് ജൂണിൽ പ്രതീക്ഷിച്ചാൽ മതിയാവും. ഈ മാസം അവസാനത്തോടെ വരാനാണ് സാധ്യത. അഥവാ വന്നില്ലെങ്കിൽ പിന്നീട് ജൂണിൽ പ്രതീക്ഷിച്ചാൽ മതി. കാരണം മാർച്ച് മാസം 29 മുതൽ ജനുവരി മാസം 1 വേനൽക്കാല അവധികളാണ്. യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുമെന്നുള്ളത് എത്രത്തോളം അറിയില്ല. യൂണിവേഴ്സിറ്റി ഓഫീസ് പ്രവർത്തിക്കുമായിരിക്കും, പക്ഷേ എന്നാൽ പ്രവർത്തനം എത്രത്തോളം കാര്യക്ഷമമായി ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ മാസം അവസാനത്തോടു കൂടി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം വേനൽക്കാല അവധികളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും വാല്യുവേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വിദ്യാർത്ഥികൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറുക, പരീക്ഷാ ഭവൻ്റെ സൈറ്റിൽ കയറുക. ശേഷം തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് റീവാല്യുവേഷൻ റിസൾട്ട്സ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് CUCSS FIUGP ഫസ്റ്റ് സെമസ്റ്റർ റീവാല്യുവേഷൻ റിസൾട്ട് നവംബർ 2024 എന്ന ലിങ്ക് കാണാൻ സാധിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകും. നിലവിൽ ആ റിസൾട്ട് അവിടെ ലഭ്യമായിട്ടില്ല. എന്തായാലും റിസൾട്ട് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.